നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2026 വർഷം ഏപ്രിൽ 1 മുതൽ 14 വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് ഭാരതീയ ജ്യോതിഷത്തിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് നമ്മളൊന്ന് അവലോകനം ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീക്കെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ രണ്ടു പേർക്കും കൂടിയുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾക്ക് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്, ഭരണി നക്ഷത്രക്കാര് എല്ലാ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ഭരണി നക്ഷത്രത്തിന്റെ ബീജമന്ത്രം, ഈ ബീജമന്ത്രം നിങ്ങൾ 7 തവണ മുതൽ 108 തവണ വരെ ജപിക്കുകയാണെങ്കിൽ, ചെറിയൊരു ശബ്ദത്തോടു കൂടി ജപിക്കണം. ഈ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്നേ ദിവസം പൂർണ്ണമായിട്ടും പോസിറ്റീവ് എനർജിയിൽ നിൽക്കാൻ കഴിയുന്നതാണ്. വരുന്ന നെഗറ്റീവുകളെ നിങ്ങൾക്ക് പോസിറ്റീവാക്കി മാറ്റുവാനും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുകൂലമാക്കി മാറ്റുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ ബീജമന്ത്രം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. കഴിയുന്നവര് ഈ ബീജമന്ത്രം ജപിച്ചുകൊണ്ട് ഉണരാൻ ശ്രമിക്കുക. ഉണർന്നതിന് ശേഷം ആദ്യം പുറപ്പെടുവിക്കുന്ന ഒരു ശബ്ദമെന്ന് പറയുന്ന ഈ ബീജമന്ത്രമായിരിക്കണം. ചുറ്റും നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതി വ്യാഴാഴ്ച ദിവസം പൗർണമി ദിവസമാണ്. അന്നേ ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ വ്രതമെടുക്കാൻ പറ്റുന്നവര് എടുക്കുക, ഇല്ലാത്തവരെടുത്താലും അതിന് ഫലം ഉണ്ടാവില്ല. വ്രതമെടുക്കുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടാണ് ആദ്യം നോക്കുന്നത്. ശാരീരികമായിട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൂര്യ ഉദയം മുതൽ അസ്തമനം വരെ നമ്മൾക്ക് ഒരിക്കലും ഉപവാസം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു നേരമാക്കിക്കൊണ്ടും വ്രതമെടുക്കാവുന്നതാണ്. അന്നേ ദിവസം മത്സ്യ മാംസ ആഹാരങ്ങളൊന്നും പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശാരീരികമായിട്ടുള്ള വ്രതം നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ മാനസികമായിട്ടുള്ള വ്രതം അത് പൂർണ്ണമായിട്ടും നിങ്ങൾ എടുക്കേണ്ടതാണ്. കാരണം ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ മതത്തിലും ദൈവത്തിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ അതിൽ ആ മതത്തിൽ ഉൾപ്പെടുന്ന ചില പ്രാർത്ഥനകൾ ജപിച്ചുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അന്നേ ദിവസം കഴിയാൻ പറ്റണം. മറ്റുള്ള ചിന്തകൾ, അതായത് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്തകളൊന്നും പാടില്ല. അന്നേ ദിവസം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെങ്കിൽ ജോലിയിൽ വ്യാപൃതരാകുന്നത് കൊണ്ടും കുഴപ്പമില്ല. അത് നമ്മളുടെ കർമ്മമാണ്. കർമ്മം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നമ്മൾക്ക് ചില ഇടവേളകളൊക്കെ കിട്ടുമ്പോൾ പ്രാർത്ഥനകൾ നല്ലതാണ്. അങ്ങനെ മറ്റുള്ളവരെ കുറിച്ചോ നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ നിങ്ങളുടെ ചിന്ത മുഴുവനും നിങ്ങളുടെ മതത്തിൽപ്പെട്ട ദൈവത്തിലാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അങ്ങനെ ഒരു വ്രതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പൊതുവായിട്ടുള്ള ഒരു അറിവിലേക്ക് പറഞ്ഞാണ്. ആഗ്രഹമുള്ളവർക്കൊക്കെ എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ തുടർന്ന് പോരുന്ന പോലെയൊക്കെ എടുക്കാവുന്നതാണ്. ഫലസിദ്ധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ത്യജിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഭരണി നക്ഷത്രത്തിൽ പിറന്ന 6 വയസ്സിൽ താഴെ ഉള്ള കുട്ടികളുടെയൊക്കെ ആരോഗ്യ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വളരെ തൃപ്തകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവർക്ക് ഏപ്രിൽ 1 മുതൽ 14-ാം തീയതി വരെ വരാൻ പോകുന്നത്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഒരു ഫലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ജീവിതത്തില് വലിയൊരു സമാധാനം കൈവരുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ 1 മുതൽ 14-ാം തീയതി വരെ എന്നുള്ളത്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തി നേടുന്നതാണ്. അതുപോലെ തന്നെ കടം, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. അശുഭ ചിന്തകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു, അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം കുറിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളൊക്കെ ചില ലക്ഷ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. ആ ലക്ഷ്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം, വലിയൊരു മറ ഉണ്ടായതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ പറയും. അതായത് ഒരു രാവിലെ നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതേ രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതം അന്ന് അവസാനിക്കുന്നു. പിറ്റേ ദിവസവും ഇതേ സംഭവം തന്നെ, ഇന്നലത്തെ കാര്യങ്ങൾ തന്നെ ഇന്നും ആവർത്തിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിലൊരു മുന്നോട്ടൊരു താളം നിങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നും ഒരേ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. മറ്റൊരു മാറ്റമില്ലാതെ കിടന്നിരുന്ന
ആളുകളാണ് ഈ ഭരണി നക്ഷത്രക്കാരിൽ കൂടുതലും. അവർക്കെല്ലാം ഒരു മാറ്റം വന്ന് ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന ചിന്തകളൊക്കെ മിഥ്യാധാരണയായിരുന്നു എന്ന് തോന്നുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ വളരെയധികം ഉന്നതിയിലെത്താൻ പറ്റുന്ന ഒരു സമയമാണ്. ചില ആളുകൾ ബിസിനസ് ഒക്കെ ഇപ്പോൾ നിർത്തി എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് പോലും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളുടെ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഉണ്ടാകും. എന്നാൽ ഏപ്രിൽ 1 ശേഷം ആ ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുന്നതാണ്. ഇതില് പ്രധാനമായിട്ട് പറയേണ്ടത് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ആളുകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, സ്വമേധയാ ഒഴിഞ്ഞു പോകുന്നതായിട്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ ഇവർ പോകുമ്പോൾ നമുക്ക് ചെറിയ വിഷമമൊക്കെ തോന്നും. പക്ഷെ ഇവരാണ് നിങ്ങളെ കൂടുതലും നിങ്ങളെ അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇവരായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അവരൊക്കെ ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്ത ലഭിക്കുന്നു. അതിലൊരു ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇത് ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 1 മുതൽ 14 വരെ എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവാണെങ്കിലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരന്റെ അനുഗ്രഹം വളരെ ആവശ്യമുണ്ട്. പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം മുമ്പും നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ ജീവിതത്തെ ഒന്നും വലുതായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ തീരുമാനങ്ങളും അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ ഭവിക്കുവാനാണ് സാധ്യത. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ താരകാസ്ഥിതി വളരെ അനുകൂലമായിട്ട് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. ഭരണി നക്ഷത്രക്കാർ ഈ ഏപ്രിൽ 1 മുതൽ 14 വരെ ഒന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിവെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. എല്ലാ ഭരണി നക്ഷത്രക്കാർക്കും വളരെ നല്ലൊരു ജീവിതം നമ്മൾ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഭരണി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.